Hello guys, it's up. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ʀᴏᴜ ആണെന്ന് വെച്ചാൽ ഏകദേശം എന്ന് വെച്ചാൽ ʀᴏᴜ ഓൾറെഡി ഞാൻ 5 പ്ലാനിങ്ങിലുണ്ട്. ഓക്കെ, അപ്പം അത് ചെയ്യാനുണ്ട്. ഇത് വേണമെങ്കിൽ ʀᴏᴜ കൂട്ടാം, ബട്ട് ഹാലോവീൻ കാരണം 5 ഉള്ളത് എനിക്ക് 5 മതി ഹാലോവീൻ. ഓക്കെ, ഈ ഒരു ഒക്ടോബറിലൊക്കെ ഉള്ള 5 ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. ഓൾറെഡി 3 ചെയ്തല്ലോ. സോ ഇതെന്ന് ചെയ്യുമ്പോൾ ഒരു പപ്പറ്റ് മേക്കപ്പ് ആണ്, പപ്പറ്റ് പോലെ. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പം അതിന് മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാമെന്നുള്ളവർ താഴെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഫുള്ള് കാണണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇടാം. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് നന്നായിട്ടൊന്ന് സ്കിന്നിനെ എന്താ ചെയ്യുക, മേക്കപ്പ് ഇടാൻ വേണ്ടി റെഡി ആക്കി വെക്കുക. നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫൗണ്ടേഷൻ ആണ്. അത് കൂടാതെ എനിക്കിപ്പോൾ 2 നിഴൽ കാണില്ല ബാക്കിൽ. അത് ഞാൻ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ബാക്ക്ഡ്രോപ്പിലോട്ടുള്ള ലൈറ്റ്. ഇപ്പോൾ ഒരു ലൈറ്റ് ഉണ്ട്, അതൊരു LED ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ബാക്ക്ഡ്രോപ്പ് വന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഷേഡോ നമുക്ക് കംപ്ലീറ്റ്ലി എന്താണ് സ്ക്രീനിൽ വരാത്ത രീതിയിൽ ആക്കാൻ പറ്റുള്ളൂ. ഐ മീൻ കളയാൻ പറ്റുള്ളൂ. സോ അത്രയ്ക്കുള്ളൂ. അപ്പോൾ അത് ആമസോൺ ഹോളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫുൾ ബേസ് കംപ്ലീറ്റ് ചെയ്തിട്ട്, പൊതുവെ ഞാൻ ഓഫ് ക്യാമറയാണല്ലോ പോവാം. അപ്പോൾ ഓഫ് ക്യാമറ പോകുമ്പോൾ എന്നോട് വരുന്നത് ഓഫ് ക്യാമറ നീ എന്താ ചെയ്തതെന്ന് തിരിയുന്നില്ല. അപ്പം ഈ പ്രാവശ്യം അഡ്വാൻസിലോട്ട് ഒന്നുമില്ല. അപ്പം ബേസ് ഞാൻ എന്താണ് ചെയ്യുന്നത് കാണിക്കാൻ ആണ് എൻ്റെ പ്ലാൻ. സോ ലെറ്റ്സ് ഡു ദ ബേസ്. ഫൗണ്ടേഷൻ നമ്മൾ T-സോണിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഞാൻ ബ്രഷ് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ആൻഡ് ആ ബ്രഷിൻ്റെ സ്റ്റോക്ക് മാറാൻ ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് പോലെ ഞാൻ സ്പഞ്ച് വെച്ചിട്ട് ഫുൾ ഒന്ന് ടാബ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് ചെയ്യാനുള്ളത് ഐ മേക്കപ്പ് ആണ്. അപ്പോൾ ഐ മേക്കപ്പ് ഞാൻ ആദ്യം തന്നെ അണ്ടർ ഐസിൽ കുറച്ച് കൺസീലർ ഇട്ടിട്ട് വൈറ്റ് ഐ ഷാഡോ പാക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഐലൈനേഴ്സ് വെച്ചിട്ട് ഫുള്ളും ചെയ്തു. ആൻഡ് അത്യാവശ്യം ഫേക്ക് ലാഷിന് പകരം ഒരു പോപ്പ് ആർട്ട് ചെയ്യണ മാതിരി ഞാൻ ലാഷസ് വരയ്ക്കാണ് ചെയ്തത് കേട്ടോ ഇപ്രാവശ്യം. ആൻഡ് ഈ പ്രാവശ്യം വന്നിട്ട് നമ്മൾ ലിപ്പിൽ ആ ഒരു നമ്മൾ സ്ക്രൂ ചെയ്യണം. അതായത് നമ്മൾ ഈ പപ്പറ്റിൻ്റെ ഈ ജോയിൻസ് ഒക്കെ വരക്കണം. അപ്പോൾ നമ്മൾ ഈ ലിപ്പിൻ്റെ ഭാഗത്ത് എപ്പോഴും ഈ ലിപ്പ് വേറെ തന്നെ ഒരു പീസായിരിക്കും. ഫേസ് മൊത്തത്തിൽ ഓവറോൾ ഒന്നും ലിപ്പ് ഒന്നും ഇങ്ങനെ നമ്മൾ സംസാരിക്കണ മാതിരി തോന്നാൻ വേണ്ടി ലിപ്പിനെ വേറെ തന്നെയാണ് അവരിപ്പം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിപ്പിനെ വരച്ചെടുക്കുക. എന്നിട്ട് അത് ഫുള്ളൊന്ന് ഡീറ്റെയിൽ ചെയ്യുക.
അതിനുശേഷം നമ്മൾ ഫോർഹെഡിലൊന്ന് ഡീറ്റെയിൽസ് കൊടുക്കണം. എക്സ്ട്രാ അവിടെ ഒരു പീസ് ഉള്ള മാതിരി ഒരു ഫുള്ളും പീസ് സ്ക്രൂ ചെയ്ത മാതിരിയല്ല ഉണ്ടാവുക. അങ്ങനെ പീസ് ആദ്യം തന്നെ ഏതാണ് അവിടെ വരുന്ന പീസ് എങ്ങനത്തെ പീസാണെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ചിട്ട് അതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സ്ക്രൂവിൻ്റെ ഒരു ഡീറ്റെയിൽ കൊടുക്കണം. ഇച്ചിരി 2-3 സർക്കിൾസ് അവിടെ ഇവിടെയൊക്കെ ലൈക്ക് 2 പീസ് അടുത്തടുത്ത് വരുന്ന ഭാഗത്ത് സ്ക്രൂ ചെയ്ത് വെച്ച മാതിരി തോന്നാൻ കുറച്ച് സർക്കിൾസ് ഇട്ട് കൊടുക്കാം. അത്രയൊക്കെ ഉള്ളൂ. കോണ്ടോർ ചെയ്യുമ്പോൾ ഈ നമ്മളുടെ അനബെല്ല തുടങ്ങിയ ഇതെല്ലാം പപ്പറ്റാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ചീക്ക് നോക്കി അത് ഇച്ചിരി ഒന്നും കൂടെ ഇങ്ങനെ ആ ചീക്ക് വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്യും. ഭയങ്കര ഡയമെൻഷൻ ആയിരിക്കും അവരുടെ ചീക്ക് ഏരിയാസിന്. അപ്പോൾ നമ്മൾ ചീക്ക് വരച്ചിട്ട് പൊതുവെ മുകളിലോട്ട് സ്മഡ്ജ് ചെയ്യണ പകരം താഴെലോട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ ബോഡിയിലും അത്യാവശ്യം ഡീറ്റെയിൽസ് കൊടുക്കണം. ബോഡിയിൽ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന് കാട്ടും ടു ബെറ്റർ ടു ഫോളോ ദ വീഡിയോ. ഓക്കെ, ഫൈനലി ലിപ്സ്റ്റിക് കൂടെ ഇട്ടിട്ട് ഫിനിഷ് ദ ലുക്ക്.